ये प्यारी बातें तेरी सुनती रहूं तो यूं गाता रहे सांसें तेरी हाय सांसें मेरी उलझी रहे दिल यूं बैठा रहे तुझको निहारे दिल तेरे ही सहारे दिल तुझको पुकारे तो सुन तो जरा तेरी मेरी बातें हो चांदनी सी रातें हो मुझसे तू कह दे जरा तू मेरी जाने मन तू मेरी महबूबा मेरी जस्तजू तू मेरी अप्सरा मेरी आफरी मेरी दिलरुबा मेरी जान तू मेरी अप्सरा मेरी अप्सरा तू मेरी अप्सरा तू मेरी अप्सरा तू सामने हो तो बस यूं ही देखा करूं तू जब भी देखे तो मैं अनदेखा करूं बन जाऊं मैं तेरी सोचा करूं बस यही पास है तू मेरे फिर भी तू मेरा नहीं तुझको निहारे तुझको पुकारे तो सुन तो जरा तेरी मेरी बातें हो चांदनी सी रातें हो मुझसे तू कह दे जरा तू मेरी जाने मन तू मेरी महबूबा मेरी जस्तजू तू मेरी अप्सरा मेरी आफरी मेरी दिलरुबा मेरी जान तू मेरी अप्सरा तू मेरी अप्सरा तू मेरी अप्सरा ഗോപിക പഠിച്ചതും വളർന്നതൊക്കെ ഒമാനിലാണ്. ഒമാനിലെ ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഇന്ത്യൻ സ്കൂളിലാണ് +2 വരെ പഠിച്ചത്. അതിനുശേഷമാണ് പിന്നെ ഒരു BDS എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും അങ്ങനെ നീറ്റ് എഴുതി അതിൽ പാസ്സായി മറ്റ് റോയൽ ഡെൻ്റൽ കോളേജിൽ സീറ്റ് കിട്ടുകയും അവിടെ തുടർന്ന് പഠിക്കുകയും ചെയ്തു. 5-ാം വർഷമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പ്രപ്പോസൽ വന്നതും അതിന് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. സെയിം പ്രൊഫഷനാണ്. അപ്പോൾ ആളെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പോൾ എല്ലാം നല്ല അവർക്ക് ചേരാവുന്നൊരു ബന്ധുതയാണെന്ന് തോന്നിയപ്പോൾ അതെ അവർ എനിക്ക് 100% ഉറപ്പാണ്. അവരത് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ വിജയിക്കും എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നവംബർ 17-ാം തീയതിയാണ് കല്യാണം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ആ ദിവസത്തിന് ഞാൻ എല്ലാ ആശംസകളും അവൾക്ക് വേണ്ടി നേരുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വിശിഷ്ട ചടങ്ങിലേക്ക് നിലവായി തനിയേരികെ വന്നു ചേരവേ അറിയാതുയരെന്നുയരായി മാറി മെല്ലെ നീ വരികൾ പതിവായി എന്നിൽ വന്നു ചേരവേ മനമറിയാതെ നാം ഉണരുന്നു വെയിലോ മഴയോ എൻ തണലോ തണുവോ എൻ ഇതളോ ഇലയോ എൻ കനവിൻ മധുവോ ഇരവോ പകലോ എൻ ഇണയോ തുണയോ എൻ മഴവിൽ നിറമായി നീ വരികിന്നരികെ വെയിലോ മഴയോ എൻ തണലോ തണുവോ എൻ हौले हौले से आंखें रोने लगी नींद न आई पर आंखें सोने लगी साथ निभाए जो तू जन्मों ही जन्मों का तू ये यारी रह जाएगा तकता रहूं तेरी निगाहों को दर बदर के कुछ तो कह जाएगा
जगनू छोड़ के आवा मैं दिल से माही तेरा साथ निभावा मैं सारे जगनू छोड़ के आवा मैं दिल से माही तेरा साथ निभावा मैं तेरी मेरी कहानी लगदी है आसमानी वे तू पल भी ना अब मेरा हाथ छाड़िए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए तेरे संग बीते लम्हों में है वो खुशी कहता है दिल ये पल ना बीते कभी तेरी राहों से जुड़ के राहें अब चले तेरी बाहों में गुजरे दिन शामें ढले तेरी मेरी कहानी लगती है आसमानी वे तू पल भी ना अब मेरा हाथ छाड़िए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए जीना तेरे नाल सिख जावा तेरी गलियों में मुड़ जावा लेके मैं तेनू उड़ जावा कहीं दूर चलिए ടിൽ നൗ ഒരു 10ാം ക്ലാസ് പ്ലസ് 2 വരെ അടിയായിരുന്നു എന്നും നല്ല അടിയായിരുന്നു ആ അടി അടിക്കുമ്പോൾ അച്ഛൻ്റെ നിന്ന് ബെൽറ്റിന് നല്ല അടിയും കിട്ടാറുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊക്കെയായിരുന്നു ഞാനായിരുന്നു കൂടുതൽ വികൃതി നല്ല ക്ഷമയുള്ള മനുഷ്യനാണ് അതുകൊണ്ട് അത്രയും കാലം തിരക്കടിയിലാണ്ട് പോന്നു പിന്നെ കോളേജൊക്കെ ചേട്ടൻ പുറത്താണ് പഠിച്ചത് അപ്പോൾ ഒരു 2-3-5 കൊല്ലത്തേക്ക് പുള്ളി പുറത്ത് പിന്നെ ജോലിയൊക്കെ ആയി നിൽക്കുന്നു പിന്നെന്താ അത്യാവശ്യം എന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഞാനും പുള്ളിയുടെ ഒപ്പമാണ് കിടക്കാറ് ഇത്രയും കാലം കഴിഞ്ഞ ഒരു എന്താ പറയുക 25 എനിക്ക് 26 വയസ്സായി ഞാൻ 25 വർഷം പുള്ളിയുടെ ഒപ്പം തന്നെയാണ് കിടന്നത് ഇത്രയും കാലം ഞങ്ങൾ ഒരേ ബെഡിലായിരുന്നു ഇത്രയും കാലം ഒരേ റൂം ഇനിയിപ്പോൾ മാറി കിടക്കണം അതൊക്കെയാണ് അത് നല്ല വിഷമമുണ്ട് ഇനി ഞാൻ തനിച്ച് കിടക്കണം സ്റ്റേജാ ആ ആദ്യമൊക്കെ നല്ല കാര്യമായിട്ട് നോക്കി വളർത്തിയ ഉണ്ണിയാണ് ഏട്ടൻ അപ്പോൾ ആദ്യമൊക്കെ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒറ്റയ്ക്ക് റൂം ഒറ്റയ്ക്ക് ഇത് പിന്നെ നല്ല സഹനശേഷി വന്നു ഇപ്പം ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും കേട്ടിരിക്കും എല്ലാം പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും കേട്ടിരിക്കും നല്ലൊരു ക്ഷമാശീലം കിട്ടിയിട്ടുണ്ട് ഒരു 5 വർഷം കൊണ്ട് ക്ഷമ പഠിച്ചു നന്നായി കേട്ടിരിക്കും കാര്യങ്ങളൊക്കെ മുന്നേയൊക്കെ പറഞ്ഞ് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു അപ്പോൾ ക്ഷമയാണ് പുള്ളി പഠിച്ചത് ഒരു 5 കൊല്ലം കൊണ്ട് നല്ല രീതിയിൽ ക്ഷമ പഠിച്ചത് പിന്നീട് റീബൗണ്ട് പഠിക്കാൻ വന്ന് തിരിച്ച് വ്യത്യാസമായിരുന്നു കാരണം ജോലിക്ക് വന്ന ശേഷം പുള്ളി ജോലിക്ക് വന്നു തുടങ്ങി പിന്നെ അവിടെ വന്ന ശേഷം അപ്പം തന്നെ ജോലി കിട്ടി പിന്നെ ജോലിക്ക് പോകുന്നു പിന്നെ നല്ല കാര്യഗൗര്യം വന്നു തുടങ്ങി കാര്യം വീട്ടിൽ സാധനമൊക്കെ വാങ്ങിച്ചു തരാൻ തുടങ്ങി പാലാണെങ്കിൽ പോലും പാല് വാങ്ങിച്ച് തരാൻ തുടങ്ങി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മുന്നേ ഒന്നും അതുണ്ടായിരുന്നില്ല ആ പരിപാടി ഉണ്ടായിരുന്നില്ല പറയാതെ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതൊരു ഉത്തരവാദിത്തം നന്നായി കൂടിയതായി എനിക്ക് തോന്നി ഇപ്പം എനിക്കാണെങ്കിലും വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക തിന്നാൻ അങ്ങനത്തെ ഒന്നും പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പം അത് നല്ലൊരു പരിപാടി എനിക്ക് തോന്നി പെട്ടെന്നല്ല ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്കൊക്കെ ഇട്ട് ഒന്ന് സെറ്റിലായിട്ട് പയ്യെ കല്യാണം കഴിച്ചാൽ മതി എന്നായിരുന്നു ആദ്യം തന്നെ പറഞ്ഞിരുന്നത് പിന്നെ നോക്കി ഇപ്പോൾ 2 വീട്ടുകാർക്ക് ഇഷ്ടമായി ഇത് ചെയ്താണ് അങ്ങനെ ഇന്ന രീതിയിലുള്ള കുട്ടിയെന്നൊന്നല്ല പുള്ളിക്ക് ഓരോ തൊഴിൽ ചെയ്യുന്ന ആൾ വേണമെന്നുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ചേട്ടൻ്റെ കല്യാണമായി എന്നുള്ളത് വളരെ പെട്ടെന്നായിരുന്നു ഞാൻ ചേട്ടൻ്റെ കല്യാണമൊക്കെ ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു ചടപടയുന്ന എൻഗേജ്മെൻറ്റ് വീട് കാണാൻ വരുന്നു എൻഗേജ്മെൻ്റ് ആവുന്നു ഇതപ്പോൾ കല്യാണം ആവുന്നു വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് പ്രിപ്പയർ ആവാൻ ടൈം കിട്ടിയിട്ടില്ല ഞാനൊന്നും മാനസികമായിട്ട് റെഡി ആയിട്ടില്ല അതെ ഇനിയിപ്പോൾ കല്യാണമായി ഒരു 15 ദിവസം കല്യാണം അതെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു
പിന്നെ ഇത്ര വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. ഞാൻ 10-35 വയസ്സൊക്കെ ആണെന്ന് വിചാരിച്ചു. പുള്ളി ഇങ്ങനെ നോക്കി അത് നോക്കട്ടെ ഇത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നടക്കണ്ടായിരുന്നു. പെട്ടെന്നായി കല്യാണം. വളരെ സന്തോഷമുണ്ട് അങ്ങനെ നടക്കുന്നതിൽ. എൻ്റെയോ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കണ്ടോ. പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെയാണ് അടി ഉണ്ടാവുക. കാറിന് വിൻഡോ സീറ്റ് തന്നില്ല, അങ്ങനെയൊക്കെയാണ് ചെറിയ. അപ്പം തന്നെ അടി ഇട്ടിട്ട് അത് അപ്പം തന്നെ പരിഹാരം കാണുമായിരുന്നു. അങ്ങനെ നീണ്ടുകൊണ്ടൊന്നും പരിപാടിയൊന്നും ഇല്ല. അടി ഉണ്ടാവും, അപ്പം തന്നെ ആരെങ്കിലും അച്ഛനും അമ്മ അടിക്കും, അപ്പോൾ പരിപാടി തീരും. കൂടെ ഉണ്ടാവും കൂടുതലും അച്ഛനാണ് കൂടെ ഉണ്ടാവുക. അമ്മയുണ്ട്, അമ്മ 2 വഴക്ക് പറയും, പിന്നെ അമ്മ കൂടെ ഉപേക്ഷിക്കും, പിന്നെ മൈൻഡാക്കൂല. അച്ഛനത് 2 അടി അടിച്ചിട്ട് ശരിയാക്കും. അങ്ങനെയായിരുന്നു കൂടുതലും. അച്ഛനാണ് കാര്യമായിട്ട് നോക്കാറ്. വയ്യാണ്ടൊക്കെ ആയാലും അച്ഛൻ തന്നെയാണ് വന്നിട്ട് നോക്കിയിരുന്നത് രണ്ടാളും. അത് അറിയില്ല, അനുഭവിച്ചറിയേണ്ടി വരും അതെങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്കറിയില്ല, നോക്കി എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് പുതിയ രംഗം വരികയാണല്ലോ. ചേച്ചിയാണല്ലോ, എനിക്ക് ചേച്ചിയില്ലല്ലോ, ചേട്ടനാണല്ലോ. ചേച്ചിയുടെ വേറെ രീതിയിലുള്ളൊരു ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാൻ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. അംഗീകാരമുള്ള മനുഷ്യനാണ്, എല്ലാവർക്കും വലിയ പിടുത്താണ്. എല്ലാവർക്കും കെവിൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. കെവിൻ സൂപ്പർ എന്നൊക്കെയാണ് പറയുക. കുടുംബത്തിൽ മൊത്തത്തിൽ ചെറിയ സ്റ്റാറൊക്കെയാണ്, നല്ല ഉയരമൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിനെ പലരും അമിതാഭ് ബച്ചൻ എന്നൊക്കെ വിളിച്ചിരുന്നു പണ്ട്. അങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ കൂടി പണ്ടൊക്കെ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനെ പോലെ ഉയരമുള്ള മനുഷ്യൻ എന്നൊക്കെ. ഫാമിലിയിൽ അത്യാവശ്യം ജനസമ്മതനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം അച്ഛൻ്റെ സൈഡിൽ പോയാലും അമ്മയുടെ സൈഡിലൊക്കെ പോയാലും അവൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുക. വരൂ, ചാടിത്തെറിച്ച് നമുക്ക് അവിടെ പോവാം, വൈകുന്നേരം ട്രിപ്പ് പോകുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. മൊത്തത്തിലൊരു പുള്ളി തന്നെയാണ് മുൻകൈ എടുത്തെല്ലാം ചെയ്യാറ്. അപ്പോൾ ഇനിയുള്ളൊരു ജീവിതം പുതിയ ജീവിത പങ്കാളിയോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ, സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ പറ്റട്ടെ എന്ന് സ്വന്തം കിഷൻ. എനിക്ക് ആക്ച്വലി വളരെ സന്തോഷമാണ് തോന്നുന്നത്. വെരി വെരി ഹാപ്പി. അതെന്താ അറിയോ, എനിക്ക് എന്നെക്കാളും 5 വയസ്സ് താഴെയാണ് അവള്. അപ്പൊ എനിക്ക് എപ്പോഴും അവള് ഇപ്പോഴും അതേ ചെറുതാണ്. പെട്ടെന്ന് കല്യാണം എടുക്കാറായപ്പോ എന്താ പറയാ, ഒരു റിയാലിറ്റി ചേഞ്ച് ആവണ പോലെയാണ്. അതെ, ആ ഒരു റിയലൈസേഷൻ ആണ് ആ പുഞ്ചിരിയിൽ കണ്ടത്. ഞങ്ങള് ശരിക്ക് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് ക്രിട്ടിക്കലാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ക്രിട്ടിക്കലാണ്. അതായത് എന്താണ് ശരിയും തെറ്റും ഓപ്പൺ ആയിട്ട് പറയണത്. ഫ്രണ്ട്ലി അല്ല, പക്ഷെ എന്താ പറയാ, എന്നാ ചേച്ചി അനിയത്തി ആ ഡിസ്റ്റൻസും ഇല്ല. മോർ ലൈക്ക് എന്താ പറയാ, ഈക്വൽ ഏജുള്ള ആൾക്കാർ എങ്ങനെയാണ് സംസാരിക്കുക അതേപോലെ തന്നെയാണ് വീട്ടിലായാലും. പിന്നെ ഒരു എന്നേക്കാളും ഭയങ്കര മെച്ചുവേർഡാണ്. അപ്പൊ എൻ്റെ എന്ത് കുട്ടിത്താണെങ്കിലും ഇതാണെങ്കിലും എന്താ പറയാ, അവളൊരു ഗൈഡായിരുന്നു എനിക്ക്. പല കാര്യത്തിലും ഗൈഡാണ്. എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളിൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അവളെ എങ്ങനെയാ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് തിങ് അതെന്താ പറയാ, ഞങ്ങള് ആക്ച്വലി ബോണ്ട് വീണ്ടും ക്ലോസ് ആയത് എപ്പോഴാന്ന് വെച്ചാല്, ഞാൻ MBBS പഠിക്കാൻ തമിഴ്നാട്ടിലേക്ക് വന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് ശരിക്കും ക്ലോസ് ആയത്. എന്താ പറയാ, അത് ഞാൻ അധികം സംസാരിക്കില്ല, പക്ഷെ അവളെങ്ങനെയാ വെച്ചാൽ എല്ലാ ബന്ധങ്ങളും നന്നായി പുലർത്തണ ഒരു ടൈപ്പാണ്. ഞാൻ അധികം സംസാരിക്കാത്ത ആളാണ്, പക്ഷെ അവൾക്ക് എല്ലാ റിലേഷനും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അവള്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും മെസ്സേജ് അയച്ചിട്ടായാലും അപ്പോഴാണ് ഞങ്ങൾ ആക്ച്വലി ക്ലോസ് ആയത്. പിന്നെ ലൈഫിലെ ഓരോ സ്റ്റേജിലും എന്താ പറയാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിരുന്നു. പിന്നെ അവളെ സ്പെഷ്യലാന്ന് പറഞ്ഞാൽ അവൾ ബോൾഡാണ്, നല്ല ബോൾഡാണ്, പ്രാക്ടിക്കലാണ്. പിന്നെ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ അവൾ ഗൈഡാണ്. അതെ, ബോത്ത് ഗോപിയും കെവിനും നല്ല എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കോംപ്ലിമെൻ്റ് ചെയ്യണ 2 പാർട്ട്നേഴ്സാണ്. പിന്നെ നല്ല ലവ്, ഐ മീൻ നല്ല ലവ് എന്ന് പറഞ്ഞാൽ 2 ജോഡി അടിപൊളിയാണ്. നല്ല പിന്നെ കെവിൻ എങ്ങനെ പറഞ്ഞു വെച്ചാൽ എല്ലാവരും കംഫർട്ടബിൾ ആക്കണ ഒരു പേഴ്സൺ ആണ്.
നമ്മളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആള്, അത് അവളുടെ ഡയലോഗ് കേട്ടോ, ഇൻട്രോവേർട്ടുള്ള ആളായ പോലും ആളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ കെവിൻ വന്നൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനി ഫ്രണ്ട്സായി അല്ല. അപ്പോൾ ഐ എം റിയലി ഹാപ്പി ടു ഹാവ് കെവിൻ ആസ് മൈ ബ്രദർ. ഇനി കല്യാണം അധികം ടൈമില്ല, 2 ആഴ്ചയുള്ളൂ. അപ്പം എല്ലാം അങ്ങനെ പെട്ടെന്ന് നവംബർ 17-ാം തീയതിയാണ് കല്യാണം. അപ്പോൾ ടൈമില്ല. ഞങ്ങള് ആ ലിമിറ്റഡ് ടൈമിൽ ഞങ്ങള് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുന്നത് അത്രയും സന്തോഷം എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യാണ്. ആൻഡ് ഉള്ള ടൈം ഞങ്ങൾ മാക്സിമം സെലിബ്രേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവരിപ്പോ എങ്ങനെയാണോ കമ്പനി അടിച്ച് നടക്കണേ, എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് നടക്കണേ, എങ്ങനെയാണോ ഒരു മാരേജ് ഇസ് ലൈക്ക് പോസ്റ്റ് മാരേജ് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം. ദാറ്റ് ഇസ് ദി ബെസ്റ്റ് സീക്രട്ട് ഓഫ് എ ഹാപ്പി ലൈഫ് ഐ വുഡ് സേ. എന്ത് കാര്യമാണെങ്കിലും എന്തൊരു ചെറിയ പ്രോബ്ലം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഓരോരുത്തർ അവരായിരിക്കണം ബെസ്റ്റ് ക്രിട്ടിക് ഓഫ് ഈച്ച് അതർ. പിന്നെ ടിൽ ലൈഫ് എൻഡ് അവർ എന്താ പറയുക സന്തോഷം സമാധാനമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. മൈ ഹാർട്ട് ഫെൽറ്റ് ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഗോപിക ആൻഡ് കെവിൻ. ഐ വിഷ് യു ഓൾ ഹാപ്പിനെസ് ആൻഡ് മേ യു സെലിബ്രേറ്റ് എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. തക്കു ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കു എന്ന് പറഞ്ഞാൽ കസിൻസിനിടയിൽ തക്കു, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പലർക്കും ഗോപികയായിരിക്കും. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ട് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഇപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് തക്കുവിൻ്റെ കല്യാണം എന്നുള്ളത്. സോ ഇപ്പോൾ അടുത്തൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തെത്തിയപ്പോൾ തക്കുവിൻ്റെ ഡ്രീമായിരുന്നു ഒരു ജോധ അക്ബർ ലുക്കിൽ കല്യാണം കഴിഞ്ഞ് വരണം എന്നുള്ളത്. ആൻഡ് അപ്പോൾ ഞാൻ ലൈക്ക് വരുന്ന വിചാരിച്ചതല്ല, ഇപ്പോഴും വീഡിയോ കോളിലൂടെ കാണണമെന്ന് വിചാരിച്ചത്. ആൻഡ് ഇന്നിപ്പോൾ ഇവിടെ തക്കുവിനെ കാണുമ്പോൾ ലൈക്ക് ഞാൻ ട്രെയിനിൽ നിന്ന് ഇവിടെ വരെ എത്തുന്ന സമയം വരെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തു തക്കു എങ്ങനെയായിരിക്കും, ഏത് എൻട്രി സോങ് കറക്റ്റായിട്ട് പ്ലേ ചെയ്യും. കാരണം ഞാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് പേടിയായിരുന്നു തക്കുവിൻ്റെ സോങ് ലൈക്ക് അതൊക്കെ വിഷയമായിരുന്നു ഒരാളുടെ. എൻ്റെ ഇന്നിവിടെ എത്തുമ്പോൾ തക്കു ലൈക്ക് എങ്ങനെയാണോ ഡ്രീം ചെയ്തത് അതേപോലെ ആളും ചേട്ടനും അങ്ങനെ ഉണ്ടായിരുന്നു. ഈവൻ ആ സോങ് വരെ കറക്റ്റായി പ്ലേ ചെയ്തു. ആൻഡ് ഇതൊക്കെയായിരുന്നു ഞങ്ങളെ കുഞ്ഞു ലൈക്ക് ചെറുപ്പത്തിലുള്ള ഡ്രീംസ് ആണ് ഇതൊക്കെ. അത് കൂടെ സക്സസ്ഫുൾ ആയി കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. NRI കിട്ട് തക്കു നാട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് തക്കുവിന്. ഈവൻ ഗിഫ്റ്റ്സ് ആയിട്ടാണ് നമുക്ക് വരും, ചോക്ലേറ്റ്സ് ആയിട്ട്. അപ്പോൾ തക്കുവിൻ്റെ മുഖത്തൊരു ഹാപ്പിനെസ് കാണാം നമുക്ക്. അതിൻ്റെ ഡബിൾ ഹാപ്പിനെസ് നമുക്ക് കെവിൻ ചേട്ടനും തക്കുവും കൂടെ നിൽക്കുമ്പോൾ കാണാം. ലൈക്ക് തക്കു ഫോൺ ദ റൈറ്റ് ബ്രദർ, നമുക്ക് വേണ്ടിയിട്ട് റൈറ്റ് ബ്രദറിനെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് തക്കുവിൻ്റെ മുഖത്ത്. അപ്പോൾ ലിറ്റിൽ കിട്ട് ആ 5ാം ക്ലാസ്സിലെ തക്കു ഇപ്പോൾ നോക്കുമ്പോഴും ആ പക്ക ഹാപ്പിനെസ് കാണാം. ലൈക്ക് വാട്ട് ഷീ ഡ്രീംഡ് അത് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പ്രോപ്പർ കെയർ കൊടുക്കുന്ന, അതേപോലെ നമ്മളെല്ലാവരും പ്രോപ്പർ ലൈക്ക് ഡിയറസ്റ്റ് സിസ്റ്റേഴ്സ് പോലെ കാണുന്ന, ഫസ്റ്റ് ടൈം കാണുമ്പോഴതേ തക്കു എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ലൈക്ക് ആ ഒരു അപ്രോച്ചാണല്ലോ നമുക്ക് ചേട്ടനിൽ നിന്ന് ഉണ്ടാവുക. അത്രയും ഹാപ്പിനെസ്സിൽ ചേട്ടൻ നമ്മളെ ഗ്രീറ്റ് ചെയ്യും. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമിൽ നിന്നാണ് ചേട്ടനെ കാണുന്നത്, മുന്നേ സംസാരിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് തക്കു ഫോൺ ദ റൈറ്റ് ഗൈ. 5th സ്റ്റാൻഡേർഡിലെ കുട്ടി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയും ബെസ്റ്റ് ലൈക്ക് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് തക്കുവിനെ കിട്ടിയിട്ടുള്ളത്, അത് കിട്ടുന്നുള്ളത്. സോ ലിറ്റിൽ കിട്ട് ഹാപ്പിയാണ്. എങ്ങനെ വെച്ചാൽ തക്കുവിനെ ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപർണയ്ക്ക് എല്ലാവർക്കും തക്കു ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അനിയത്തിയാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് സിസ്റ്ററാണ്. ഇപ്പോൾ അപർണ പന്തളത്തേക്കും എല്ലായിടത്തേക്കും പോകുമ്പോൾ ഞാൻ ഹോസ്റ്റലിലായപ്പോഴും തക്കു മാത്രമാണ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും പിന്നെ തക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മോഡലാണ്. ഇനിയിപ്പോൾ തക്കു കല്യാണം കഴിഞ്ഞ് പോയാൽ എനിക്കത് മിസ് ചെയ്യും. പിന്നെ അതേപോലെ ഇപ്പം നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയില്ല ഇങ്ങനെ ഫീലിങ്സ് കാണിക്കണത്. പക്ഷെ തക്കു ഒരു ഫുഡായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സ്വീറ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ നമ്മൾ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കും. അതൊക്കെ ഞാൻ എന്തായാലും മിസ് ചെയ്യും ഇപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞ് പോയാൽ. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കാണാൻ പോയെന്ന് വരില്ല. പക്ഷെ ആൾ പിറ്റത്തെ ദിവസം രാവിലെ ഒരു വലിയ കവറായിട്ട്, അപ്പോൾ അവിടെ അടുത്തൊരു കട ഉണ്ടാവും, ആ കടയിൽ നിന്ന് കുറേ സാധനങ്ങളായിട്ട് വരും. പിന്നെ കുറേ ഡ്രസ്സായിട്ട് വരും. എന്നിട്ട് പറയും ഐശു നമുക്കൊരു ഫോട്ടോ എടുക്കാം, ഞാൻ കല്യാണം കഴിഞ്ഞ് പോവാറായി, അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോ എടുക്കാം. ആളുടെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടറിയാം എൻ്റെ അക്കൗണ്ടാവും ആളുടെ ഫീഡിൽ മൊത്തം. അല്ലെങ്കിൽ ഞാനായിരിക്കും ആളുടെ സ്റ്റോറിയിലായാലും എല്ലാത്തിലും ഞാനായിരിക്കും. കാരണം ആ ഒരു ഹോസ്റ്റലിൽ ഞാൻ പോയപ്പോൾ തൊട്ടിട്ട് ആളെന്നും ഞാൻ എന്നാണോ വീക്കെൻഡിൽ വരുന്നത് അന്ന് ആൾ അവിടെ എത്തിയിട്ടുണ്ടാവും. അത് വരുന്നത് കാണാൻ എൻ്റെ ഒരു രസമാണ്. ഒരു വലിയൊരു കവറിൽ ആൾ വരും സാധനങ്ങളായിട്ട്.
എനിക്കൊരു 4-5 കൊല്ലത്തെ പരിചയം. ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ. നിങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുള്ളൂ. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ആയപ്പോൾ അതെങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിപ്പെട്ടത്? അതെ, ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിരുന്നു. അവൾ ഹോസ്റ്റലറും ഞാൻ ഡേ സ്കോളറും. ഇപ്പോൾ ഞങ്ങൾക്ക് തീരെ ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ എന്നോ ഒരു ദിവസം സുപ്രഭാതത്തിൽ അവളെ കണ്ടപ്പോൾ വീടടുത്താണ്. അപ്പോഴാണ് അങ്ങനെയാണ് പരിചയപ്പെടുന്നതൊക്കെ. ആദ്യമൊക്കെ നമ്മൾ ഓക്കെ അടുത്തുള്ള കുട്ടി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പിന്നെ അങ്ങനെ ഒരാളായിട്ട് ഇൻറ്റിമേറ്റ് ആവുക, ഒരാൾ ഫ്രണ്ട് ആവാന്നൊന്നും ആ കൺസെപ്റ്റിനോട് എനിക്ക് അത്ര ചേർച്ചില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇവള് വന്നപ്പോൾ ആദ്യം ഞാൻ നോർമൽ ഓക്കെ ഒരു ഫ്രണ്ട്, കുഴപ്പമില്ല, നമ്മുടെ കൂടെ ഒരാൾ, എന്തെങ്കിലുമൊക്കെ ഷെയർ ആക്കുക ഒരാൾ, അത്രേ ഞാൻ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ 2-3 years ഒക്കെ ആയപ്പോൾ എനിക്ക് അയ്യോ എന്താ, അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഞങ്ങൾക്കൊരു എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യാനും എന്താവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഓടി വരാൻ ഒരാളുടെ പോലത്തെ ഒരു സ്റ്റേജ് ആയത് അങ്ങനെയാണ്. പിന്നെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഫുൾ ഫ്രണ്ട്സ്, ഭയങ്കര ഫ്രണ്ട്സായി. പിന്നെ അങ്ങനെ പോയി. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അവളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇന്നായിരിക്കും എന്തായാലും. അവള് എല്ലാ കാലത്തും അവളിപ്പോൾ വന്ന എല്ലാ വഴികളിൽ കൂടി വന്നതിനേക്കാളും അവൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട്, ഏറ്റവും നല്ല ഫ്രണ്ട്, ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയെന്ന് തന്നെ എനിക്ക് പറയാം. അതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. വളരെയേറെ സന്തോഷമുണ്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിൽ എത്താൻ പറ്റിയതിന്. മിസ് ചെയ്യാ പറഞ്ഞാൽ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കാറുണ്ട്. ലൈക്ക് എന്ത് വിളിച്ചാലും എന്തുണ്ടെങ്കിലും, ഇപ്പം മെസ്സേജ് അയച്ചു, പൊതുവേ എല്ലാവരും പെട്ടെന്നൊന്നും കണ്ടില്ലെങ്കിലും എൻ്റെ മെസ്സേജ് അയച്ചാൽ 2 മിനിറ്റിനുള്ള അപ്പം തന്നെ റിപ്ലൈ ആണ്. എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ടാണ് ആ ഫ്ലോ. പക്ഷേ ഇവള് ഇപ്പോൾ കെവിൻ ചേട്ടനെ കണ്ടു, മീറ്റ് ചെയ്ത് തുടങ്ങി, എന്നാൽ പോലും അവളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യണു. ഇപ്പം എൻ്റെ കേസിൽ എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണ്. എനിക്ക് എൻ്റെ ഫാമിലി ലൈഫൊക്കെ ആയപ്പോൾ എനിക്ക് ഡിലേ വരുന്നുണ്ടെങ്കിലും എന്നേക്കാളും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് അവൾ നല്ല എന്താ പറയുക മുൻതൂക്കം കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റിപ്ലൈ തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് എൻ്റെ മെസ്സേജ് കണ്ട് അപ്പം തന്നെ റിപ്ലൈ തരും. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ തുടരും. അവൾ എന്തായാലും ഒന്നും കാര്യമായിട്ട് മിസ്സാക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ലൈക്ക് എന്നെ കൂടെ എപ്പോഴും കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ ഇനിയുള്ള ജീവിതം ലൈക്ക് ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. എന്താ നല്ലൊരു ദൈവം നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിനെ തന്നു. ഇനി നമ്മൾ അങ്ങോട്ടും മുന്നോട്ടുള്ള ജീവിതം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലാതും നമ്മളൊപ്പം നടന്ന് ഒരേ വഴിയിലൂടെ ഒരേപോലെ സഞ്ചരിച്ച് നല്ലൊരു ലൈഫ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ജീവി. കെവിൻ എൻ്റെ 2012 തൊട്ട് എൻ്റെ ഫ്രണ്ടാണ്. ഇസ് മൈ ബാച്ച്മേറ്റ് ആൻഡ് മൈ റൂംമേറ്റ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 5 years കോളേജിൽ. ഈസ് എ വെരി സപ്പോർട്ടീവ് പേഴ്സൺ. ലൈക്ക് എന്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിൽ എന്ത് കട്ടയ്ക്ക് നിൽക്കും. ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ആൻഡ് whenever we go for outing and എവിടെയായാലും ഹിസ് പേഴ്സണാലിറ്റി സംതിങ് അല്ലേ. കെവിൻ ഈസ് എ അടിപൊളിയാണ്, സൂപ്പറാണ്. ഡെഡിക്കേറ്റഡ് ആണ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഹി റൺ ടു ക്ലിനിക് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. ഇൻ തൃശ്ശൂർ തന്നെ ഒരു ഹോസ്പിറ്റൽ ടൈപ്പ് ഉണ്ട്. അവൻ്റെ വലിയ അച്ചീവ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു 30 ഉള്ളിൽ തന്നെ ഞാനും ഇവനുമായിരുന്നു കെവിന്റെ റൂംമേറ്റ്സ്. പിന്നെ ബാക്കി എല്ലാവരും പുറത്താണ് ഇപ്പോ. ഇസ് റോഷൻ അല്ലേ? ഞാൻ ആളുടെ ഒരു ജൂനിയർ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് കെവിനെ പറ്റി പറയാനാണെങ്കിൽ കെയറിംഗ് ആണ് അവന്റെ മെയിൻ. ബേസിക്കലി ഈസ് എ പ്രൊഫഷണൽ. അടിപൊളി. ആസ് എ ഡെന്റിസ്റ്റ് ഈസ് ഡൂയിങ് ഹിസ് വർക്ക് വെരി വെൽ ആൻഡ് ഇറ്റ്സ് എ ഫാമിലി പേഴ്സൺ അല്ലേ. കെവിനും ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കെവിൻ ലവ് ട്രാവലിംഗ്. ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ സൗത്ത് ഇന്ത്യ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇൻ ദാറ്റ് 5 years. സോ ഐ ഹോപ്പ് കെവിൻ്റെ ഫ്യൂച്ചർ വൈഫിനാണെങ്കിലും ഷീ ക്യാൻ ട്രാവൽ ബിക്കോസ് ഹി ലവ് ട്രാവൽ. പിന്നെ വേറെ എന്തായിരുന്നു, നമ്മൾ കുറേ ബൈക്ക് റൈഡ്സ് പോയിട്ടുണ്ട്. ഇറ്റ് വാസ് മെമ്മറബിൾ. ഞങ്ങൾ കെവിൻ എന്നാണ് വിളിക്കാറ്. വേറെ എന്തെങ്കിലും വിളിക്കുമായിരുന്നു അവനെ? ചിലപ്പോൾ സ്നേഹം വരുമ്പോൾ കുട്ട
ഇവൻ സ്നേഹം വരുമ്പോ കെവിനെ കുട്ട പൊട്ട മുത്തേ എന്നൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഹീസ് ഓവറോൾ എ ജെന്റിൽമാൻ, ദാറ്റ്സ് ദ മെയിൻ തിങ്. അവനൊരു നല്ലൊരു ജെന്റിൽമാൻ ആണ്. കോളേജിൽ പഠിക്കുമ്പോൾ നല്ല ഒരു അക്കാഡമിക്കൽ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇതിലാണെങ്കിലും ഹി വാസ് വണ്ടർഫുൾ അല്ലേ. ഇപ്പൊ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിലും നല്ല ഒരു മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഒന്ന് നല്ല ഇതില് അതെ, കെയറിംഗ് പോലെ മോട്ടിവേഷനും അവൻ്റെ ഒരു മൊത്തത്തിൽ അത് ഡോക്ടർ കെവിനും ഡോക്ടർ ഗോപിക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് Congratulations in advance. yes. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा. पागल पागल है थोड़े बादल, बादल हैं दोनों खुल के पर से भी गया जरा. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ